ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വാഗ്ദത്തത്തിൻ്റെ മക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 9:8 അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. തിരുവെഴുത്ത് നമ്മെ വിവരിക്കുന്നത് പോലെയാണ് നാം. തിരുവെഴുത്ത് കള്ളം പറയുന്നില്ല. നമ്മുടെ ദൈവം തൻ്റെ വചനത്തിൽ മാറ്റമില്ലാത്തവനാണ്. അവൻ കാണുന്നത് പോലെ നിങ്ങളെ കാണാൻ കർത്താവ് നിങ്ങളുടെ മനസ്സിനെ തുറന്ന് പ്രകാശിക്കട്ടെ. ആ ദർശനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവൻ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ അവൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അവൻ്റെ വാഗ്ദത്തങ്ങളുടെ അവകാശിയാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ഗലാത്യർ 4:28 സഹോദരന്മാരെ, ഇസ്ഹാക്കിനെ പോലെ ഞങ്ങൾ ഇപ്പോൾ വാഗ്ദത്തത്തിൻ്റെ മക്കളാണ് എന്ന്. ഹാഗാർ വഴി അബ്രഹാമിന് ഇശ്മായേൽ എന്നൊരു പുത്രൻ ഉണ്ടായെങ്കിലും കെതൂറയുടെ കുട്ടികളും ഉണ്ടെങ്കിലും വാഗ്ദത്ത പുത്രൻ സാറ മുഖാന്തരം ഉളവായവനാണ്. അത് ഇസ്ഹാക്ക് മാത്രമാണ്. അബ്രഹാം തനിക്കുള്ളതെല്ലാം ഇസ്ഹാക്കിന് കൊടുത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 25:5 കാണാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ നാം ജാതീയരാണെങ്കിലും ക്രിസ്തുവിൽ വാഗ്ദത്തത്തിൻ്റെ മക്കളായതിനാൽ നാം ദൈവത്തിൻ്റെ അവകാശികളായി തീരുന്നു. ഇക്കാരണത്താൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ എല്ലാ തികഞ്ഞ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് തീർച്ചയായും വിശ്വസ്തനാണ്. അവൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ എന്നും ആമേൻ എന്നും നിവർത്തിക്കുന്നു. എന്തെന്നാൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിക്കുന്ന ദൂരെയുള്ള എല്ലാവർക്കും ഉള്ളതാകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:39 കാണാൻ കഴിയുന്നു. എബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള നിരവധി രാഷ്ട്ര നേതാക്കൾക്ക് എല്ലാ സുരക്ഷാ നടപടികളും പൂർത്തിയാക്കി വൈറ്റ് ഹൗസിൽ തങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നു. വിളിച്ചല്ലാതെ രാഷ്ട്രപതിയെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കൊച്ചുകുട്ടിക്ക് സുരക്ഷാ പ്രോട്ടോക്കോളുകളൊന്നും ശ്രദ്ധിക്കാതെ സ്വാതന്ത്ര്യമായി ചുറ്റിക്കറങ്ങാനും ഇഷ്ടാനുസരണം രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് പോകാനും കഴിയും. കാരണം അദ്ദേഹം രാഷ്ട്രപതിയുടെ മകനായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ രാജാക്കന്മാരുടെ രാജാവിൻ്റെ മക്കളാണ്, പ്രഭുക്കന്മാരുടെ നാഥൻ്റെയും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എല്ലാ സ്വാതന്ത്ര്യത്തോടെയും കൃപയുടെ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാം. എന്തെന്നാൽ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാവർക്കും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ അവകാശം നൽകി. ഇത് യോഹന്നാന്റെ സുവിശേഷം 1:12 കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ അവകാശമുള്ളതിനാൽ നിങ്ങൾ വിജയിക്കും. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ലോകത്തെ ജയിക്കുന്നു. അതിനാൽ എഫേസ്യർ 3:6 കാണുന്നത് പോലെ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 7, 8, 9 വൈകുന്നേരം യോഹന്നാൻ 11:1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.